നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീട്ടിലെ ഡൈനിങ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ചിരട്ട തവിയെക്കുറിച്ചാണ്. മുൻപ് ഡൈനിങ് ആവശ്യത്തിനെ കുറിച്ച് ഉപയോഗിക്കുന്ന ചിരട്ട തവിയെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചിരട്ട തവിയാണ്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും, ആഴം കുറവും അതുകൂടാതെ തന്നെ കുറച്ച് ഫ്ലാറ്റായിട്ടുള്ളതുമായ ചിരട്ടയാണ് എടുത്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും ചിരട്ടയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. സാധാരണ മറ്റുള്ള ചിരട്ട തവികളെന്ന് പറയുന്നത് ചിരട്ടയുടെ ആ ഒരു അവസാന ഭാഗത്ത് നിന്ന് കണ തുടങ്ങിയിട്ട് ഏകദേശം ഒരടി അരയടിയോളം നീളത്തിലാണ് അതിൻ്റെ നിർമ്മാണ രീതി വരുന്നത്. ഇത് പൂർണ്ണമായിട്ടും ചിരട്ടയിലാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഏകദേശം അരയടിയോളം നീളവുമുണ്ട്. അതുകൂടാതെ ഇതിൻ്റെ ഡിസൈനിങ് വന്നിട്ടുള്ളത് കുറച്ച് മൂന്ന് കർവ് രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതായത് വളഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഉറപ്പിന് വേണ്ടിയിട്ട് ചിരട്ടപ്പൊടി വിളക്ക് ചേർത്തത് കൂടാതെ തന്നെ 2 റിവറ്റും സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. 2 റിവറ്റ് എന്ന് പറയുന്നത് അലുമിനിയം റിവറ്റാണ് ചെയ്തിട്ടുള്ളത്. അത് എല്ലാ ഭാഗത്തുമുണ്ട്, ചിരട്ട തുടങ്ങുന്ന ഭാഗത്തുമുണ്ട്. അതുകൂടാതെ തന്നെ മറ്റ് ജോയിൻ്റ് വരുന്ന ഭാഗത്തെല്ലാം റിവറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഭാഗത്ത്, അതുകൂടാതെ ഈ സെക്കൻഡ് റോ, അത് കഴിഞ്ഞ് മൂന്നാമത്തെ ജോയിൻ്റ് വരുന്ന ഭാഗം, അതുകൂടാതെ ചിരട്ട ജോയിൻ്റ് ആവുന്ന ഭാഗത്തും റിവറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് കുറച്ചുകൂടി നമുക്ക് ഗ്രിപ്പിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ വളഞ്ഞ രീതിയിൽ ചെയ്തിട്ടുള്ളത്. നമുക്കതിന് സ്ട്രൈറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കും, എന്നാൽ കൂടിയും വളഞ്ഞ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഡൈനിങ് ആവശ്യത്തിന് കൂടാതെ തന്നെ നമുക്ക് അടുക്കളയിലെ ആവശ്യത്തിനും ഇത് യൂസ് ചെയ്യാം. കൂടുതലും ഡൈനിങ് ആവശ്യത്തിനാണ് എടുക്കുന്നത്. ചോറ് കോരുവാൻ കണക്കാക്കിയുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ചെറിയ കറികളും എല്ലാം ഇതിൽ കോരുവാൻ സാധിക്കും. ഇവിടെ ഹോൾ ചെയ്തിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത് ഈ കാണുന്ന 3 ഭാഗത്ത്, ആദ്യത്തെ ഭാഗം, രണ്ടാമത്തെ ഭാഗം, മൂന്നാമത്തെ ഭാഗം, ഹോൾ ചെയ്തിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഇത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തൂക്കിയിടേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ അത് തൂക്കിയിടുവാനും കൂടെ കണക്കാക്കിയിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മറ്റുള്ള ചിരട്ടത്തവികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തന്നെ ഈ ചിരട്ടത്തവിയുടെ വശങ്ങൾ നമ്മൾ നോക്കുമ്പോഴറിയാൻ പറ്റും, ഷാർപ്പ് രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. പൂർണ്ണമായിട്ടും അത് ഷാർപ്പായിട്ടുള്ള, സാധാരണ സ്റ്റീൽ തവിക്ക് സമാനമായിട്ടുള്ള രീതിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. മറ്റുള്ള ചിരട്ടത്തവിക്ക് ആ ഒരു പ്രത്യേകതയില്ല. ഇത് കുറച്ചുകൂടി ഷാർപ്പായിട്ടാണ് ചെയ്തിട്ടുള്ളത്. വശങ്ങളും അതുകൂടാതെ തന്നെ അകത്ത ഭാഗവും മാക്സിമം ഗ്രൈൻഡ് ചെയ്ത് ഫ്ലാറ്റാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പഴക്കം ചെന്ന ചിരട്ടയാണ് ഇതിന് യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ ഇത് ഉറപ്പിച്ചിരിക്കുന്നത് റിവറ്റ് ചെയ്തിരിക്കുന്ന കൂടാതെ തന്നെ ഓരോ ഭാഗങ്ങളും ചിരട്ടയുടെ പൊടിയും ഗമ്മും ചേർത്താണ് വിളക്കി ചേർത്തിട്ടുള്ളത്. നല്ല ഉറപ്പ് കിട്ടുവാനും ലോങ് ലൈഫിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. വരും ദിവസങ്ങളിൽ നമുക്ക് മറ്റ് ചിരട്ട തവികളുടെയും അതുകൂടാതെ തന്നെ ചിരട്ട ക്രാഫ്റ്റുകളുടെയും എല്ലാം വീഡിയോ നമുക്ക് പരിചയപ്പെടാം.